സാങ്കേതിക മികവുള്ള മെഷീനുകൾ ഉപയോഗിച്ച് ഉപഭോക്താക്കളുടെ വസ്ത്രങ്ങൾ കഴുകുന്നതിനും തേക്കുന്നതിനുമുള്ള അത്യാധുനിക സൗകര്യത്തോടു കൂടിയാണ് കാക്കയങ്ങാട് മുഴക്കുന്ന് റോഡിൽ സ്റ്റീം അയേണിംഗ് ആൻഡ് ലോണ്ടറി സർവീസ് എന്ന സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചത്. മുഴക്കുന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജാഫർ നല്ലൂർ സ്ഥാപനത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. അല്ലെങ്കിൽ മറ്റ് ടൗണുകളിൽ മാത്രം ഉണ്ടായിരുന്ന അയൺ സംവിധാനം നമ്മുടെ ടൗണിലേക്ക് പുതിയൊരു സംരംഭമായി ഉദ്ഘാടനം ചെയ്യപ്പെടുമ്പോൾ ഈ ഒരു നാട്ടുപ്രദേശത്ത് സാധാരണക്കാരായ വീട്ടുകാർ ഇങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് അയൺ ചെയ്യുമോ എന്നൊക്കെ ആശങ്ക ചിലപ്പോൾ നമുക്കുണ്ടായേക്കാം. പക്ഷേ നമുക്കറിയാം, നമ്മുടെ ടൗണിലേക്ക്, കാക്കയങ്ങാടിലേക്ക്, മുഴക്കുന്നിലേക്ക് നിരവധിയായ ആളുകൾ നമ്മുടെ ടൂറിസത്തിന്റെ ഭാഗമായി മുഴക്കുന്ന് മൃദംഗശൈലേശ്വരം ക്ഷേത്രത്തിലേക്ക് ദൈനംദിനമായി നിരവധിയായ ആളുകൾ വരുന്നത്. അതിന്റെ ഭാഗമായി നമ്മുടെ പരിസരങ്ങളിൽ മുഴക്കുന്ന് അമ്പലത്തിനോട് ചേർന്നും കാക്കയങ്ങാട് ടൗണിന്റെ പരിസരത്തൊക്കെ നിരവധിയായ ഹോട്ടലുകൾ, താമസ സൗകര്യമുള്ള ഹോട്ടലുകൾ ആരംഭിച്ചിട്ടുണ്ട് അടുത്ത കാലത്തായി. ഇവിടെ എത്തുന്ന ഗസ്റ്റുകൾക്ക് ഈ പരിസരത്ത് ഇങ്ങനെയൊരു സംവിധാനം നിലവിൽ ഇങ്ങനെയൊരു അയൺ സംവിധാനം നിലവിലില്ല. സ്വാഭാവികമായും നമ്മളൊക്കെ ഒരു യാത്ര പോയാൽ ടൗണുകളിലേക്ക് എത്തുമ്പോൾ രാവിലേക്ക് വേണ്ട ഡ്രസ്സുകൾ അയൺ ചെയ്യുന്നതിന് വേണ്ടി പരിസരത്ത് അങ്ങനെയുള്ള സംവിധാനങ്ങൾ അന്വേഷിക്കുന്നു. വാർഡ് മെമ്പർ റഷീദ അധ്യക്ഷയായി. രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ എ ഷിബു, കെ പി നമേഷ് കുമാർ, എം ഹരിദാസ്, ഒ ഹംസ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് കെ ടി ടോമി, UMC യൂണിറ്റ് പ്രസിഡന്റ് ഫ്രാൻസിസ്, വ്യാപാരി വ്യവസായി സമിതി മേഖലാ പ്രസിഡന്റ് അഷ്റഫ് പേരാവൂർ, രാജീവ് നടുവനാട് തുടങ്ങിയവർ പങ്കെടുത്തു. ഹൈവിഷൻ ന്യൂസ്, കാക്കയങ്ങാട്.